ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. PM കിസാൻ പദ്ധതിയുടെ 16ാം ഗഡു വിതരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. 21,000 കോടി രൂപ കർഷകർക്ക് കൈമാറി. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഫെറി പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കാൻ മന്ത്രിസഭാ തീരുമാനം. ഡ്രൈവിംഗ് ലൈസൻസ് RC അച്ചടിയുമായി ബന്ധപ്പെട്ട കുടിശ്ശിക കൈമാറാനും നടപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൌൾ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ അരുണാചൽ പ്രദേശിനെതിരെ ഉജ്ജ്വല വിജയം നേടി കേരളം. വാർത്തകൾ വിശദമായി. PM കിസാൻ പദ്ധതിയുടെ 16ാം ഗഡു വിതരണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. 21,000 കോടി രൂപയാണ് പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് കൈമാറുന്നത്. മഹാരാഷ്ട്രയിലെ യവത്മാലിൽ നടക്കുന്ന ചടങ്ങിൽ 4,900 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. മഹാരാഷ്ട്രയിലെ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് 825 കോടി രൂപയുടെ റിവോൾവിംഗ് ഫണ്ടും പ്രധാനമന്ത്രി കൈമാറി. സംസ്ഥാനത്തെ വിവിധ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനവും ശ്രീ മോദി ചടങ്ങിൽ നിർവഹിച്ചു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കൊച്ചി കപ്പൽശാലയിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഫെറി പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഹൈഡ്രജൻ ഇന്ധന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ബോട്ട് ഉത്തർപ്രദേശിലെ വാരാണസിയിലാണ് സർവീസിനായി ഉപയോഗിക്കുക. തൂത്തുക്കുടി തുറമുഖത്തിന്റെ ഔട്ടർ ഹാർബർ കണ്ടെയ്നർ ടെർമിനൽ ശിലാസ്ഥാപനം ഉൾപ്പെടെ 17,300 കോടി രൂപയുടെ അടിസ്ഥാന വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവ ആരംഭിക്കുക. വ്യവസായ ആവശ്യത്തിനായി സ്ഥല ലഭ്യതയുടെ ദൌർലഭ്യം പരിഹരിക്കുന്നതിനും വിദ്യാർത്ഥി സമൂഹത്തിൽ വ്യവസായ സംരംഭകത്വം വളർത്താനും പദ്ധതി സഹായിക്കും. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ അച്ചടിച്ച് വിതരണം ചെയ്തതിലുള്ള കുടിശ്ശിക കൈമാറാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ITI ലിമിറ്റഡ് ബാംഗ്ലൂരിന് നൽകാനുള്ള 8.66 കോടി രൂപയും സീഡിറ്റിന് നൽകാനുള്ള തുകയും ഉൾപ്പെടെ 15 കോടി രൂപയാണ് ഇതിനായി അനുവദിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി അടക്കം സ്വീകരിക്കുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൌൾ. ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം സംബന്ധിച്ച് കളക്ടർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നുകഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പൊതു തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനിയും മത്സരിക്കും. തമിഴ്നാട്ടിലെ രാമനാഥപുരം സീറ്റിൽ സിറ്റിംഗ് MP നവാസ് കനി ഇത്തവണയും മത്സരിക്കും. സംസ്ഥാനത്തെ 16 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാർച്ച് ആദ്യവാരം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതിനകം തന്നെ പൂർത്തിയായിരുന്നു. NDA ഉഭയകക്ഷി ചർച്ച പൂർത്തിയായതായി മുന്നണി വൈസ് ചെയർമാൻ PK കൃഷ്ണദാസും കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയും അറിയിച്ചു. എല്ലാ ഘടകകക്ഷികളും ഉന്നയിച്ച ആവശ്യങ്ങൾ BJPയുടെ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണ് NDAയ്ക്ക് അനുകൂലമാണെന്നും നേതാക്കൾ വ്യക്തമാക്കി. മാർച്ച് 4 ആരംഭിക്കുന്ന SSLC പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് മേഖലകളിലെ 2,971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നത്. ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ പൊതുപരീക്ഷകൾ മാർച്ച് 1 മുതൽ 26 വരെയുള്ള 9 ദിവസങ്ങളിലായി നടക്കും. എല്ലാ പരീക്ഷകളുടെയും ഫലം മെയ് 2ാം വാരം പ്രസിദ്ധീകരിക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. 2022-2023 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 92 കലാകാരന്മാർ പുരസ്കാരത്തിന് അർഹരായി. കഥകളി വിഭാഗത്തിൽ മാർഗി വിജയകുമാർ, കർണാടക സംഗീത വിഭാഗത്തിൽ ബോംബെ ജയശ്രീ, മോഹിനിയാട്ടത്തിൽ പല്ലവി കൃഷ്ണൻ എന്നിവർ പുരസ്കാരം നേടി.
എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യം വച്ച് കാസർഗോഡ് ജില്ലയിലെ മൂളിയാർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്ന പുനരധിവാസ ഗ്രാമ പദ്ധതിയുടെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി ആർ ബിന്ദു നാളെ നാടിന് സമർപ്പിക്കും. കേരളത്തിന്റെ മാതൃകാ പദ്ധതിയുമായി സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്തതാണ് എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മാർച്ച് 3 നടക്കും. പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തുള്ളിമരുന്ന് നൽകുക. ഏതെങ്കിലും കാരണത്താൽ 3 തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് 4, 5 തീയതികളിൽ വോളണ്ടിയർമാർ വീടുകൾ സന്ദർശിച്ച് മരുന്ന് നൽകും. സന്തോഷ് ട്രോഫി ഫുട്ബോളിലെ നിർണായക മത്സരത്തിൽ ആതിഥേയരായ അരുണാചൽ പ്രദേശിന് 2-0 തകർത്ത് കേരളം. മുഹമ്മദ് ആഷിഖ്, അർജുൻ എന്നിവരാണ് കേരളത്തിനായി ഗോൾ നേടിയത്. ആദ്യ കളിയിലെ ജയത്തിനു ശേഷം തോൽവിയും സമനിലയുമായി പ്രതിസന്ധിയിലായ കേരളത്തിന് ഈ വിജയം കരുത്തായി. കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ അന്തരീക്ഷ താപനില ഈ ദിവസങ്ങളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, ഇടുക്കി ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മറ്റന്നാൾ വരെ കടുത്ത ചൂട് തുടരും. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മലയോര മേഖലകളിലൊഴികെ ചൂടിനും അസ്വസ്ഥതയുണ്ടാകുന്ന കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. PM കിസാൻ പദ്ധതിയുടെ 16ാം ഗഡു വിതരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. 21,000 കോടി രൂപ കർഷകർക്ക് കൈമാറി. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ഫെറി പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കാൻ മന്ത്രിസഭാ തീരുമാനം. ഡ്രൈവിംഗ് ലൈസൻസ് RC അച്ചടിയുമായി ബന്ധപ്പെട്ട കുടിശ്ശിക കൈമാറാനും നടപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൌൾ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ അരുണാചൽ പ്രദേശിനെതിരെ ഉജ്ജ്വല വിജയം നേടി കേരളം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.